ധിൻ സേവ്യറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. കൊച്ചിയിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ IT ഹബ്ബ് കൂടിയാണ് കൊച്ചി. അപ്പോൾ ഒരുപാട് പേർ ഈ ഓഫീസുകളിലേക്കൊക്കെ പോകാൻ ഇറങ്ങുന്നവരുണ്ടാകും. അവരൊക്കെ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും പൊതുഗതാഗതം എങ്ങനെയാണ് അവിടെ സ്തംഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം. കൊച്ചിയും മെട്രോ ഓൾറെഡി സർവീസ് ഇന്നുണ്ടാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടൊക്കെയുണ്ട്. അപ്പോൾ ഇന്ന് എങ്ങനെയാകും മെട്രോയുടെ സർവീസ് എന്നൊക്കെ നോക്കാം. നിധിൻ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ എന്താണ് അവസ്ഥ? സ്വകാര്യ വാഹനങ്ങളൊക്കെ വലിയ രീതിയിൽ നിരത്തിൽ ഇറങ്ങുന്നുണ്ടോ? KSRTC ഓടുന്നുണ്ടോ? അതുപോലെ തന്നെ ടാക്സി, ഓട്ടോ സർവീസ് ഒക്കെ എങ്ങനെയാണെന്ന്? ഗുഡ് മോർണിംഗ് ദിവ്യ. നമ്മളുള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ കാര്യങ്ങൾ സാധാരണഗതിയിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓട്ടോ സർവീസുകൾ നടത്തുന്നുണ്ട്, ടാക്സി കാറുകൾ സർവീസ് നടത്തുന്നുണ്ട്. ആളുകളപ്പോൾ അങ്ങനെ വന്ന് കാത്തു നിൽക്കേണ്ട അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലവിൽ ഉണ്ടായിട്ടില്ല. ട്രെയിൻ വന്നിറങ്ങുന്ന ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായി ഇത്തരത്തിൽ പോകാൻ വലിയ തിരക്കില്ല. അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളെ പോലെ വലിയ തിരക്കില്ല. ഈ പണിമുടക്കായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരാതിരിക്കുന്നുണ്ട്. പക്ഷേ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ഇവിടെ നിന്നും സർവീസുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. KSRTC നിലവിൽ സർവീസ് നടത്തുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഈ KSRTC സ്റ്റാൻഡിൽ നിലവിൽ ബസ്സുകളെല്ലാം ഒതുക്കിയിട്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ പണിമുടക്ക് നടന്നപ്പോൾ ഈ കോഴിക്കോട് നടക്കമുള്ള ബസ്സുകൾ ഈ കൊച്ചിയിലേക്ക് തിരികെ പോകണമെന്ന ഡ്രൈവർമാർ പറഞ്ഞതോടെ ഇവിടുത്തെ തൊഴിലാളികൾ അത് തടയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ BJP അനുകൂല സംഘടനകൾ അന്ന് വാഹനം ഓടിക്കണം, KSRTC ബസ് ഓടിക്കാൻ അനുവദിക്കണമെന്ന് പോലീസിനോടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓട്ടോയൊക്കെ ഇവിടെ ആളുകളുമായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ടാക്സി കാറുകൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണഗതിയിൽ തന്നെയാണ് ഇവിടെ നിലവിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാര്യങ്ങൾ പോകുന്നത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ സമാനമായി തന്നെ ഓട്ടോ ടാക്സി സർവീസുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കടകൾ രാവിലെ ഈ ചെറിയ തോതിലുള്ള ചായക്കടകളൊക്കെ തുറന്നിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ കടകൾ തുറക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇനി 9 മണിയാകുമ്പോഴേക്കും ഈ സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകളുടെ മാർച്ച് ഒക്കെ നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ കടകളൊക്കെ തന്നെ അടക്കി. ഇപ്പോൾ തുറന്നിരിക്കുന്ന ചായക്കടകളടക്കമുള്ള എല്ലാ കടകളും അടയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ മെട്രോ സർവീസ് കഴിഞ്ഞ ദിവസം തന്നെ ഈ മെട്രോ സർവീസുകൾ നടക്കില്ല എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം നടന്നിരുന്നു. പക്ഷേ മെട്രോ സർവീസ് പതിവ് പോലെ തന്നെ നടക്കുമെന്ന് മെട്രോ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പണിമുടക്ക് ദിവസങ്ങളിൽ മെട്രോ പ്രവർത്തിക്കാറുണ്ട്. മെട്രോയ്ക്ക് അന്ന് ഈ റെക്കോർഡ് വരുമാനം ലഭിക്കാറുമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 6:30 മുതൽ രാത്രി 10 മണി വരെ മെട്രോ കൃത്യമായി പ്രവർത്തിക്കും. ഈ ഫീഡർ ബസ്സുകളുടെ കാര്യത്തിൽ മാത്രമാണ് മെട്രോയിൽ ചെറിയൊരു മാറ്റമുള്ളത്. അതായത് എല്ലായിടത്തെയും ഫീഡർ ബസ്സുകൾ ഇന്ന് പ്രവർത്തിക്കില്ല. പ്രത്യേകിച്ച് ഈ ടൗണിലെയും കളമശ്ശേരി ഭാഗത്തെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും പോകുന്ന ഫീഡർ ബസ്സുകൾ പ്രവർത്തിക്കില്ല. പകരം ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന ഫീഡർ ബസ്സുകൾ മാത്രമായിരിക്കും നിലവിൽ ഇന്ന് പ്രവർത്തിക്കുക. ഒപ്പം തന്നെ ഈ സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പണിമുടക്കിൻ്റെ പ്രതീതി ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ കൂടുതൽ സമയം രാവിലെയാണ്, വലിയ തിരക്കില്ലാത്ത സമയമാണ്. പക്ഷേ ഒരു 9 മണി 10 മണി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ഒരു പണിമുടക്കിൻ്റെ ഒരു പൂർണ്ണമായ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശരി. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിധിനാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരുപാട് ആളുകൾ ട്രെയിൻ ഇറങ്ങി എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ഈ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്.